ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ രഞ്ജിതയുടെ വീട്ടിൽ പോയി കല്യാണത്തിന് സമ്മതമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ച് അവരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹവും വാങ്ങി ആരതിയും ഒഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നു നമ്മുടെ പൂജ. അപ്പോൾ പൂജയുടെ മാറ്റവും അല്ലെങ്കിൽ പൂജയ്ക്കുണ്ടായിരിക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അപ്പു സത്യങ്ങളെല്ലാം സുമിത്രയോട് തുറന്നു പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എല്ലാം അറിഞ്ഞ് സുമിത്ര ഇങ്ങനെ പൂജയുടെ മുറിയിൽ ഇരിക്കുവാണ്. അപ്പോൾ വളരെ സന്തോഷവതിയായിട്ട് കയറി വന്ന് പൂജയാണെങ്കിൽ അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് വളരെ ഹാപ്പി ഗേളായിട്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പം സുമിത്ര ഇങ്ങനെ വാതിലിൻ്റെ മറവിൽ ഇരിക്കുന്നത് ഇതൊന്നും നമ്മുടെ പൂജ കണ്ടിട്ടില്ല. പൂജയാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ സുമിത്രയെ കാണുന്നത്. സുമിത്രയെ കണ്ടപ്പോഴേക്കും ആഹാ, അമ്മ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എന്താ പരിസരബോധം പോലും ഇല്ല ഇപ്പം എൻ്റെ മോൾക്കെന്ന് ചോദിച്ചപ്പം അയ്യോ അമ്മേ, അങ്ങനെയല്ല, അമ്മ ഇവിടെ ഇരുന്നത് ഞാൻ കണ്ടില്ല, അതുകൊണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അമ്മ ഇവിടെ ഇരുന്നത് മോൾ എന്തുകൊണ്ടാണ് കാണാത്തത് എന്ന് നേരത്തേക്ക് സുമിത്ര ചോദിച്ചു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല അമ്മേ, അതാ. അല്ല അമ്മ എന്താ ഇവിടെ എൻ്റെ റൂമിൽ ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം മോളെ ഒന്ന് കാണാൻ വേണ്ടി വന്നിരുന്നതാണെന്ന് പറഞ്ഞു. നിന്നെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിരുന്നാലല്ലേ പറ്റുള്ളൂ. നീ അമ്മയിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒരുപാട് അങ്ങ് അകന്നു പോയില്ലേ എന്ന് സുമിത്ര ചോദിക്കുമ്പോൾ അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ, എനിക്കങ്ങനെ അകൽച്ചയൊന്നുമില്ലല്ലോ. ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് അമ്മയുടെ അടുത്തേക്ക് വരാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നീ ഇന്ന് ഓഫീസിൽ തന്നെയാണോ പോയതെന്ന് ചോദിച്ചു. അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? ഓഫീസിൽ തന്നെ പോകാതെ ഞാൻ മറ്റെവിടെ പോകാനാ? നീ ഇന്ന് രഞ്ജിതയുടെ വീട്ടിലായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ആ, രഞ്ജിതാൻ്റിയുടെ വീട്ടിൽ പോയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുമിത്ര ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ പൂജ ഇങ്ങനെ മറുപടി പറയാം. പൂജ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സുമിത്ര പറഞ്ഞു, എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ രഞ്ജിതയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സുമിത്ര പറയൂ കേട്ടോ. അങ്ങനെ അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂജയ്ക്ക് അത്രയ്ക്ക് അങ്ങ് ദഹിക്കുന്നില്ല. അപ്പോൾ നീ ഇന്ന് തന്നെ രഞ്ജിതയുടെ കമ്പനിയിൽ നിന്നും നിന്റെ ജോലി രാജിവെക്കണം. എന്താ ആ ജോലി രാജിവെക്കാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഇക്കാര്യം അതെനിക്ക് ബുദ്ധിമുട്ടാണ് അമ്മ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുമിത്ര ഞെട്ടി. കാരണം പറഞ്ഞു തീരുന്നതിന് മുമ്പ് തിരിച്ച് തറുതലയാണ് വന്നത്. രഞ്ജിതാൻ്റിയുടെ ഓഫീസിൽ നിന്നും ഇപ്പോഴും ഈ ജോലി രാജിവെക്കാനായിട്ട് എനിക്ക് കഴിയില്ല അമ്മേ, ഞാനത് രാജിവെക്കില്ല എന്ന് പറഞ്ഞു. ഉപേക്ഷിക്കാൻ എനിക്കിപ്പോൾ താല്പര്യക്കുറവാണ് എന്നും പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഞെട്ടിയിട്ടോ ശരിക്കും. മോളെ നീ അപ്പം നിനക്ക് രഞ്ജിതയുടെ ഓഫീസിൽ നിന്നും ജോലി വേണ്ടെന്ന് വെച്ച് പോരാനായിട്ട് കഴിയില്ലല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് കഴിയില്ല എന്ന് വീണ്ടും പറഞ്ഞു പൂജ. രഞ്ജിതാൻ്റി നല്ല ആളായെന്നും രഞ്ജിതാൻ്റിയുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിനപ്പുറം ഇനിയിപ്പോൾ നമുക്ക് വേറൊന്നും അവരോട് പകവെച്ച് പുലർത്തേണ്ട കാര്യമില്ലല്ലോ തുടങ്ങിയതൊക്കെ പറയുക. അപ്പം മോളെ നിന്നോട് ഞാൻ വീണ്ടും പറയുകയാണ്, രഞ്ജിത നിന്നെ ചതിക്കുകയാണ്, നീ അതൊന്ന് വിശ്വസിക്കാൻ പറഞ്ഞപ്പോൾ രഞ്ജിതാൻ്റിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ. രഞ്ജിതാൻ്റിയെ ഉൾക്കൊള്ളാൻ അമ്മയ്ക്ക് കഴിയില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് രഞ്ജിതാൻ്റിയിൽ വന്ന ആ ഒരു ഇതെല്ലാം ഞാൻ അമ്മയോട് പറയുന്നത്. അമ്മയ്ക്ക് ഞാനത് തെളിയിച്ചു തരാം. രഞ്ജിതാൻ്റിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റവും അവരെല്ലാവരും നല്ലവരായമ്മേ, അത് ഞാൻ അമ്മയ്ക്ക് കാണിച്ചു തരാം. അമ്മയൊന്ന് എൻ്റെ കൂടെ വന്നാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് അവളുടെ കപട നാടകം കാണാൻ നിൻ്റെ കൂടെ വരേണ്ട ആവശ്യമില്ല. ഒരിക്കലും നിന്റെ ജീവിതം തകർന്നു പോകാൻ ഞാൻ ആരെയും അനുവദിക്കത്തുമില്ല. തകർത്ത് കളയാനും നിന്നെ ഒരു പാവയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാനും ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എന്നോർത്ത് നീ ഇരിക്കുകയും വേണ്ട. അവരുടെ ഒരു കള്ളത്തരത്തിലും ചെന്ന് ചാടാനോ അല്ലെങ്കിൽ അവർ വരച്ച അല്ലെങ്കിൽ അവർ വിരിച്ച വലയിലേക്ക് ചെന്ന് വീഴാനോ നിന്നെ ഞാൻ വിട്ടു കൊടുക്കില്ലെന്നൊക്കെ സുമിത്ര ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ സുമിത്ര അതെല്ലാം പറഞ്ഞിട്ട് അങ്ങ് പോയി. അത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പം രഞ്ജിത പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും ഈ പൂജ ഓർക്കുവാണ്. അപ്പോൾ രഞ്ജിത ആൻറ്റിയും അതുപോലെ അരവിന്ദ് അങ്കിളും ഈ പറയുന്ന പങ്കജും ഒക്കെ പൂജയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അവരുടെ കണ്ണിലുണ്ണിയായാണ് ഇപ്പം അവർ പൂജയെ കാണുന്നതെന്നും അവരുടെ സൗഭാഗ്യമായാണ് പൂജ അവർ കാണുന്നതെന്നും ഒക്കെ അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് വെച്ച് പൂജ ഇങ്ങനെ സ്വപ്നലോകത്ത് തന്നെയാണ്. സുമിത്ര പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണ് എന്നാണ് നമ്മുടെ പൂജ വിചാരിക്കുന്നത്. പൂജ എന്നിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. ഈ പൂജയുടെ അരികളിൽ നിന്നും ഇറങ്ങിയ നമ്മുടെ സുമിത്ര നേരെ പോകുന്നത് നമ്മുടെ അനിരുദ്ധിൻ്റെ അടുത്തേക്കാണ്. അനിരുദ്ധിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അനിരുദ്ധിനോടൊരു സഹായം ചോദിക്കുന്നു. അപ്പോൾ എന്താ അമ്മേ, ഞാൻ എന്ത് സഹായം അമ്മയ്ക്ക് ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചപ്പം എനിക്ക് മോനൊരു കമ്പനിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുത്ത് തരണം എന്ന് പറഞ്ഞു. കമ്പനിയെ പറ്റിയുള്ള ഡീറ്റെയിൽസോ? അതെന്ത് കമ്പനിയാണ്? അല്ല ഇപ്പം അമ്മയ്ക്ക് എന്തിനാ കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ? അതൊക്കെ ഞാൻ വഴിയെ പറയാം. പിന്നെ ഞാനിപ്പം നിന്നോട് ഈ ആവശ്യപ്പെടുന്ന കാര്യം നമ്മളല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. ആരുടെ കമ്പനിയാമ്മേ, ഏത് കമ്പനിയാമ്മേ എന്ന് ചോദിച്ചപ്പം ഒരു കമ്പനിയുടെ പേരും പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ അനിരുദ്ധിന് മനസ്സിലായി അത് രഞ്ജിതയുടെ കമ്പനിയാണെന്ന്. അത് രഞ്ജിതാൻ്റിയുടെ കമ്പനിയല്ലേ എന്ന് ചോദിച്ചപ്പം അതെ, അത് രഞ്ജിതയുടെ കമ്പനി തന്നെയാണ്. ഇപ്പോൾ അവൾ കൊണ്ടു നടക്കുന്ന ഈ കമ്പനി
ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നമ്മുടെ രോഹിത്തിൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കമ്പനി ഇപ്പോൾ ഏത് നിലയിലാണ് അല്ലെങ്കിൽ ഏത് അവസ്ഥയിലാണെന്ന് അറിയണം. ആ ഒരു കമ്പനിയെ പറ്റി ശരിക്കും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് അതിൻ്റെ എല്ലാ ഇതും എനിക്ക് കൊണ്ടു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഞാനത് ചെയ്ത് തരാമെന്ന് അനിരുദ്ധ് സുമിത്രയോട് പറയാം. അപ്പോൾ ഇതിരി ചെവി അറിയരുതെന്നും പറഞ്ഞു. അങ്ങനെ സുമിത്രയാണെങ്കിൽ രഞ്ജിതയുടെ ചതികളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് രഞ്ജിതയും അതുപോലെ തന്നെ പങ്കജും ഭർത്താവും കൂടി അവിടെ നിന്ന് പുതിയ പ്ലാനുകൾ ഒരുക്കുക. ഇപ്പോൾ പൂജ അവരുടെ കൈക്കുള്ളിലായി. അവർ അങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ പൂജ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ പൂജ അങ്ങോട്ട് ചാടും. ആ ഒരവസ്ഥയിലേക്ക് പൂജയെ കൊണ്ടുവന്ന് എത്തിച്ചു വെച്ചിരിക്കുക ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂജയെ ഇനിയും കുറച്ചുകൂടി വിശ്വസിപ്പിക്കാൻ പാകത്തിന് ഇവർ അഭിനയിക്കണമെന്നാണ് രഞ്ജിത പറയുന്നത്. ഈ സ്വത്തുക്കൾ മുഴുവൻ, ഈ രോഹിത്തിൻ്റെ സ്വത്തുക്കൾ മുഴുവനും പൂജയ്ക്ക് തന്നെ മടക്കി കൊടുക്കാമെന്ന് പറയണം. അതുപോലെ തന്നെ രോഹിത്തിൻ്റെ ഒരു സ്വത്തിലും നമുക്ക് ആർക്കും കണ്ണില്ല എന്നുള്ള ആ ഒരു ഇത് നമ്മൾ വരുത്തി തീർക്കണം. എങ്കിൽ മാത്രമേ അവൾ നമ്മൾ കൂടുതലായിട്ട് വിശ്വസിക്കുകയുള്ളൂ എന്നുള്ള കാര്യം രഞ്ജിത പറഞ്ഞപ്പം, അല്ല രഞ്ജു, ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെയെങ്ങാനും പറയുമ്പോൾ അവളെല്ലാം കൂടെ എഴുതി കൊടുക്കാൻ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അവളെ ഒരിക്കലും അത് പറയാൻ പോകുന്നില്ല. അവൾക്ക് സ്വത്തിനോടും പണത്തിനോടൊന്നും വലിയ ആർത്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൾക്ക് വേണ്ടത് സ്നേഹമാണ്. അത് നമ്മൾ വാരിക്കോരി അങ്ങ് കൊടുക്കുമല്ലേ. അപ്പോൾ പിന്നെ അവൾക്ക് ഈ സ്വത്ത് വേണമെന്നോ അല്ലെങ്കിൽ അത് അവളുടെ പേരിലേക്ക് എഴുതണമെന്നൊന്നും പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കളിക്കേണ്ട കളി വളരെ കൃത്യമായി കളിച്ചാൽ മതി. പൂജ നമ്മളുടെ കെണിയിലേക്ക് താനേ വന്ന് വീണോളും എന്നും പറഞ്ഞു. പിന്നെ ഇപ്പോൾ അവിടെ സുമിത്രയുടെ വീട്ടിൽ ശ്രീനിലയത്തിലുള്ളവർക്ക് എല്ലാവർക്കും പൂജയോടൊരു അകൽച്ചയുണ്ട് എന്ന് നമ്മൾ വരുത്തി തീർത്തി വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവരോട് ആരോടും ഈ പൂജ ഇതൊന്നും പറയാൻ പോകുന്നില്ല. സുമിത്രയോടും ആരോടും അവൾ ഇതൊന്നും പറയാനും പോകുന്നില്ല. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ സ്വത്തുക്കൾ മുഴുവനും നമ്മുടെ കൈകളിലേക്ക് തന്നെ വന്ന് ചേരും. അത് പൂജയായിട്ട് തന്നെ നമുക്ക് കയ്യിലേക്ക് വെച്ച് തരികയും ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ഓരോ സുമിത്രയെയും ആരെയും നമുക്ക് പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവൾ തന്നെ നമ്മുടെ കയ്യിലേക്ക് വെച്ചെടുത്തായിരുന്ന സ്വത്ത് ധൈര്യപൂർവ്വം നമുക്ക് കൈവശം വെക്കാം. അതുകൊണ്ട് മോനെ പങ്കജെ, ഒരിക്കലും അവൾ വഴുതി പോകാതെ നീ നോക്കണമെന്ന് പറയുമ്പം ഇനി അവൾ വഴുതി പോകുമോ? ഇനി അവൾ വഴുതി പോകില്ലെന്ന് പങ്കജ് പറയണു കേട്ടോ. പക്ഷേ എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്നും രഞ്ജിത മകനോട് പറഞ്ഞു കൊടുക്കുക. തന്ന വാക്ക് അവൾ പാലിക്കാതൊന്നും ഇരിക്കില്ല. എങ്കിൽ പോലും ഒരു രീതിയിലും ഒരു തെറ്റിദ്ധാരണ പോലും അല്ലെങ്കിൽ ഒരു ഇതും അവളുടെ മനസ്സിലേക്ക് കയറാനുള്ള സാഹചര്യം നീയായിട്ട് ഒരുക്കരുത് എന്നൊക്കെ പറഞ്ഞ് അമ്മ മകന് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. അപ്പം ഇങ്ങനെ ഇവർ പ്ലാനൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് നമ്മുടെ സുമിത്രയും അതുപോലെ തന്നെ അപ്പുവും കൂടി ഇങ്ങനെ പരസ്പരം കണ്ട് അപ്പുവിനെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തി സുമിത്ര. എന്നിട്ട് ഇവരിങ്ങനെ സംസാരിക്കുന്നു. വേറെ വിഷയം ഒന്നുമല്ല, നമ്മുടെ പങ്കജിൻ്റെയും പൂജയുടെയും ഇവരുടെയൊക്കെ കാര്യം തന്നെയാണ്. പൂജയ്ക്ക് രോഹിത്ത് കരുതി വെച്ചിരുന്ന സ്വത്തിനെ പറ്റിയും അതുപോലെ തന്നെ ഈ സ്വത്തുക്കൾ അത് ഇത്ര വയസ്സിൽ പൂജയുടെ കൈകളിലേക്ക് എത്തുമെന്നും അതുപോലെ രോഹിത്ത് എഴുതി വെച്ചിരുന്ന പല പല നിർണായക തെളിവുകളുമുള്ള ആ ഡയറി നമ്മുടെ സുമിത്ര അപ്പുവിനെ കാണിക്കുക. അപ്പോൾ ഈ ഡയറി എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പു തന്നെ ഞെട്ടിപ്പോയിട്ടോ. ഇത്രയും വലിയ നിഗൂഢതകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നോ എന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടലോടെ നമ്മുടെ അപ്പു, ഇത്രയും വലിയൊരു തെളിവ് അപ്പച്ചിയുടെ കയ്യിൽ ഉണ്ടായിട്ടാണോ അപ്പച്ചി ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നതും പൂജയെ അവർക്ക് തട്ടിക്കളിക്കാൻ ഇട്ട് കൊടുത്തതും എന്ന് അപ്പു ചോദിച്ചപ്പോൾ, അത് പുറത്തെടുക്കാനുള്ള സമയമായിരുന്നില്ല മോനെ, അതുകൊണ്ടാണ് എന്നുള്ള കാര്യം ഇങ്ങനെ നമ്മുടെ സുമിത്ര പറയുവാണ്. എത്രയും പെട്ടെന്ന് ഇത് നമ്മൾ പൂജയെ കാണിക്കണം അപ്പച്ചി. അവളെ ഇതെല്ലാം കാണിച്ചു കൊടുത്ത സത്യം ബോധ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമേ അവരുടെ കെണിയിൽ നിന്നും പൂജ രക്ഷപ്പെട്ട് വരികയുള്ളൂ. അല്ലെങ്കിൽ പൂജ അവർ ചതിക്കും, പൂജയുടെ ജീവിതം അവർ തകർക്കും. നമ്മൾ സത്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ച് പൂജയെ അവർക്ക് വിട്ടുകൊടുക്കണം അപ്പച്ചി എന്നൊക്കെ ചോദിച്ച് അപ്പു ഇങ്ങനെ സുമിത്രയോട് പറയുമ്പോൾ, വരട്ടെ മോനെ, ഇതെല്ലാം അതിൻ്റെതായ സമയത്ത് നമുക്ക് പുറത്തെടുക്കാം. പക്ഷെ ഇപ്പം നമ്മളുടെ കയ്യിൽ ഈ ഒരു വലിയ തെളിവുണ്ടെന്ന് അറിഞ്ഞാൽ രഞ്ജിത്ത് അതിനപ്പുറം കയറി കളിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇപ്പം ഇത് കയ്യിലുണ്ടെന്ന് അറിയരുത്. അപ്പോൾ രോഹിത്തിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ അടിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി, അപ്പോൾ അടക്കം. ഇപ്പോൾ അനിരുദ്ധ് കൊണ്ടുവരുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വേണം സുമിത്രയ്ക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം ഇതാക്കാൻ. എന്തായാലും ഇങ്ങനെ സുമിത്ര രഹസ്യമായി തന്നെ രഞ്ജിതയെ തകർക്കാനായിട്ട് ഇറങ്ങുന്നു. ഈ സമയത്താണ് നമ്മുടെ അനന്യയും അതുപോലെ തന്നെ കൊച്ചും കൂടി സ്കൂൾ വിട്ട് നടന്നു വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രതീക്ഷ വണ്ടിയുമായിട്ട് ഇവരുടെ മുന്നിലേക്ക് വരുന്നു. വണ്ടി കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് കൊച്ചിനെ കണ്ടപ്പോഴേക്കും ഇറങ്ങി. എന്നിട്ട് കൊച്ചിനോട്, അപ്പോൾ ചെറിയച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വരമോൾ ഇങ്ങനെ നിൽക്കുക. നീ വാന്നും പറഞ്ഞുകൊണ്ട് അനന്യെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ നോക്കുമ്പോഴേക്കും അനന്യേച്ചി ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞ് പ്രതീക്ഷ ദേഷ്യപ്പെട്ടു. അപ്പോൾ പ്രതീക്ഷ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും സ്വരമോൾ എന്ത് ചെയ്തു, പ്രതീഷിൻ്റെ കയ്യിലേക്ക് കയറി അങ്ങ് പിടിച്ചു.
അപ്പോൾ കുഞ്ഞിൻ്റെ കൈ പ്രതീഷിൻ്റെ ദേഹത്ത് തൊട്ടപ്പോഴേക്കും അത്രയും നേരം കടിച്ചു കീറാൻ നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെ എന്താ പറയുന്നത്, പെട്ടെന്ന് ആ ഭാവമൊക്കെ മാറി ഇങ്ങനെ മനസ്സലിഞ്ഞു വരുവാണ്. അപ്പോൾ സ്വരമോള് ഒന്ന് തൊട്ടപ്പോൾ അല്ലെങ്കിൽ സ്വരമോളുടെ സ്നേഹം കിട്ടുമെന്നായപ്പോൾ നമ്മുടെ പ്രതീക്ഷ ഒന്ന് മാറാൻ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും നമ്മുടെ അനന്യയ്ക്ക് ദേഷ്യം വന്നു. അനന്യ എന്നിട്ട് കൊച്ചിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുക. അപ്പോൾ പ്രതീഷിനോടാണെങ്കിൽ ചെറിയച്ഛൻ എവിടെ പോയതാണെന്നൊക്കെ കൊച്ചു ചോദിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ചെറിയൊരു സംസാരം ഉണ്ടായി. അതൊന്നും അനന്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അനന്യ കൊച്ചിനെ പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് പ്രതീക്ഷ ഇങ്ങനെ സങ്കടപ്പെട്ട് അവിടെ നിൽക്കുക കേട്ടോ. എന്തായാലും വമ്പൻ ട്വിസ്റ്റ് എന്ന് തന്നെ പറയാമല്ലോ. ഒരാൾ, അതായത് നമ്മുടെ അനിരുദ്ധ് രഞ്ജിതയുടെ കമ്പനി അന്വേഷിച്ച് പോണു. രഞ്ജിതയുടെ കമ്പനി അന്വേഷിച്ച് പോകുമ്പോൾ അവിടെ വളരെ നിർണായകമായ ഒരു തെളിവ്, രഞ്ജിതയുടെ കമ്പനിയിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രോഹിത്താണോ അല്ലെങ്കിൽ രോഹിത്തിൻ്റെ പ്രതിരൂപമാണോ, ഇതൊന്നും അറിയാത്തൊരവസ്ഥയിലൂടെ നമ്മുടെ അനിരുദ്ധ് ഇയാളെ കാണുക. ഇയാളെ കണ്ടപ്പോഴേക്കും അനിരുദ്ധ് ഞെട്ടിപ്പോയി. മരിച്ചുപോയി എന്നെല്ലാവരും വിശ്വസിക്കുന്ന ആ നമ്മുടെ രോഹിത്തിൻ്റെതായ ഒരു ഇതുള്ള ഒരാൾ അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ആൾ മാറി രോഹിത്ത് എത്തുന്നു എന്ന് തന്നെ പറയാം. ആ ഒരു സിറ്റുവേഷനിലൂടെ നമ്മുടെ രോഹിത്തിനെ അവിടെ വെച്ച് നമ്മുടെ ഈ അനിരുദ്ധ് കാണുക. അപ്പോൾ അനിരുദ്ധ് രോഹിത്തിനെ കണ്ടു. അപ്പോഴേക്കും നമ്മുടെ അനിരുദ്ധ് ഇങ്ങനെ ആകെ വല്ലാതെയായി. കാരണം കമ്പനി ഡീറ്റെയിൽസ് അന്വേഷിച്ച് പോയതാണ്. അടച്ചു പൂട്ടിപ്പോയ അല്ലെങ്കിൽ രഞ്ജിത ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ വലിയ കമ്പനി അന്വേഷിച്ച് പോയപ്പോഴാണ് അനിരുദ്ധ് ആൾ മാറി വന്ന രോഹിത്തിനെ കാണുന്നത്. അങ്ങനെ രോഹിത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ, ഒരു നിമിഷത്തേക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ, കാരണം പ്രത്യക്ഷത്തിൽ അത് രോഹിത്തല്ല, രോഹിത്തിൻ്റെതായ പ്രവർത്തികളും കാര്യങ്ങളും ഒക്കെയാണ് എന്നാൽ ആ ഒരു വ്യക്തി ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ അനിരുദ്ധിനാകെ ടെൻഷനായി. അനിരുദ്ധ് കമ്പനിയെ പറ്റിയൊക്കെ അന്വേഷിച്ചപ്പോൾ അനിരുദ്ധിന് കിട്ടിയ തെളിവുകളെന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെയാണ്. രഞ്ജിത എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ക്രിമിനൽ, ആ സ്ത്രീ ചെയ്തു കൂട്ടിയിരിക്കുന്ന ആ ഒരു വലിയ കള്ളത്തരങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ നമ്മുടെ അനിരുദ്ധിന് അവിടെ കാണാൻ കഴിഞ്ഞു. അതെല്ലാമായിട്ട് നമ്മുടെ അനിരുദ്ധ് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നിടത്താണ് നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിക്കുന്നു. ക്ലൈമാക്സിലേക്ക് അടുക്കും തോറും കഥയുടെ വീര്യം ഇങ്ങനെ കൂടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി സുമിത്രയുടെയും അതുപോലെ പുതുതായി വന്നിരിക്കുന്ന ഈ വ്യക്തിയുടെയും ജീവിതത്തിൽ വലിയൊരു നിർണായകമായ ഒരു ഘട്ടം തന്നെ കടന്നു പോകാനിരിക്കുന്നു. ഇനിയും സുമിത്രയ്ക്ക് 3ാമതൊരു വിവാഹം കൂടി കടന്നു വരുന്നു. അപ്പോൾ മറ്റുള്ളവരെല്ലാവരും കാണുമ്പോൾ സുമിത്ര 3ാമതൊരാളെ വിവാഹം കഴിക്കുകയാണ്. പക്ഷേ സുമിത്രയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ വ്യക്തി ആരാണെന്നും എന്താണെന്നും ഇനി നമ്മുടെ സുമിത്രയ്ക്കും അല്ലെങ്കിൽ അത് ഈ പറയുന്ന നമ്മുടെ അനിരുദ്ധിനും 3ാമത് വന്നിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് മാത്രമേ അറിയാനുള്ള വഴിയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥകളും ഒക്കെ ആയിട്ട് വരുന്നത് ക്ലൈമാക്സ് ആണ്. ആരും മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.